ഇന്ന് ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സയന്റിഫിക് ഓഫീസർ ബയോളജി PG ലെവൽ ലാസ്റ്റ് നടന്ന 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. 24 നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ ആദ്യം കിടക്കണ ചെയ്യണേ. ചെയ്തോ? എല്ലാവർക്കും ആൻസർ അറിയാലോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, C4 എപ്പിമർ. അപ്പൊ C2 ചോദിക്കാം. C2 ഒന്ന് പറയോ? ഇപ്പൊ പറയും, ഇത് ഞാൻ പഠിപ്പിച്ചല്ലോ എന്ന് പറയും. എന്നാലും നിങ്ങൾ ബയോകെമിസ്ട്രി ഒക്കെ പഠിച്ചതല്ലേ, പറ. C2 പറഞ്ഞ എല്ലാരും ഒന്ന് പറഞ്ഞേ. C4 എപ്പിമർ നമുക്ക് അറിയാം. ഇതാണ് ആൻസർ, ഗാലക്ടോസ് ആണ് അല്ലെ. C4 എപ്പിമർ എന്ന് പറയുന്നത്, സോറി C2 എപ്പിമർ എന്ന് പറയുന്നത് മാനോസ് ആണ്. മാനോസ് ആണ്. അനോട്ടേറ്റ് ചെയ്യാൻ ശരിയാവണേ ഉള്ളൂ. പഠിച്ചോ? എന്താണ് എപ്പിമർ? എന്താണ് എപ്പിമർ എന്ന് പറഞ്ഞാല്? പറയൂ അല്ലെ മെസ്സേജ് ഇടൂ. വാട്ട് ഈസ് എപ്പിമർ? എന്താണ് എപ്പിമർ എന്ന് പറ. എന്താന്ന് അറിയാതെയാണ് ആൻസർ പറയണേ. എപ്പിമർ എന്ന് പറഞ്ഞാല് രണ്ടുപേരും തമ്മിൽ ഒരു സ്ഥലത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ. ഇപ്പൊ C2 എപ്പിമർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബണിലാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം. ആരൊക്കെ തമ്മില്? മാനോസും ഗ്ലൂക്കോസും തമ്മില് അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഇവർ ഒരുപോലെയാണ്. മനസ്സിലായോ? C4 എപ്പിമർ എന്ന് പറഞ്ഞാൽ നാലാമത്തെ കാർബണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലായിടത്തും ഒരുപോലെയാണ്. അതാണ് C4 എപ്പിമർ എന്ന് പറയുന്നത്. അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം പോകുന്നില്ല, എന്റെ ടോപ്പിക് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോവിങ് കറക്റ്റ്ലി. ആൻസർ ഇടുവോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേഗം ഇട്ടാ വേഗം. ഇന്ന് എനിക്ക് മൊഡ്യൂൾ തീർക്കണം, ഇമ്മ്യൂണോളജി കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ വേഗം ആക്കി, സമയം കളയാതെ. ഓൾറെഡി ഞാൻ ലേറ്റ് ആയി. ഷഹീന പറയണു. നമുക്ക് നോക്കാം. ഈ നോൺ പോളാറും പോളാറും ഒന്നും എടുക്കണ്ട, അതൊക്കെ അവിടെ കിടക്കട്ടെ. ഒന്നും പഠിക്കുകയോ വേണ്ട. പിന്നെ ആദ്യം അങ്ങോട്ട് പോകണം. ആരോമാറ്റിക് 3 പറ. ഏതൊക്കെയാ ആരോമാറ്റിക് അമിനോ ആസിഡ്? 3 വേഗം. ആരോമാറ്റിക് അമിനോ ആസിഡ് വേഗം പറയൂ. പോരട്ടിങ്ങട് ടൈപ്പ് ചെയ്യൂ. ആരോമാറ്റിക് അമിനോ ആസിഡ് ഏതൊക്കെയാ? ഫിനൈലലാനിൻ, പിന്നെയോ തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. 3 പേരാണ് അല്ലെ. 3 പേരാണ്, മറക്കരുത്. ഇതുണ്ടാക്കുന്ന പാത്വേ ഓർക്കുന്നുണ്ടോ? കൊറിസ്മേറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാത്ത് വേണ്ട. ശരി, ആരോമാറ്റിക് അമിനോ ആസിഡ്. അപ്പൊ ഇതിനകത്ത് ഏത് വരും? ട്രിപ്റ്റോഫാൻ വരും അല്ലെ. B4 വരണം. B4 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണ്? ഇതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയാം. സോ 50-50 ചാൻസ്. A or C ആണ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് പറയൂ. പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് പറയൂ. 2 പേരോ 3 പേരോ ഒക്കെ നമ്മൾ നോർമലി പറയാറുണ്ട്. ആരൊക്കെയാന്ന് പറയൂ. ലൈസിൻ, ആർജിനിൻ, സംടൈംസ് ഹിസ്റ്റിഡിൻ. ഹിസ്റ്റിഡിൻ മിക്കവാറും സിട്രോണിക് ഫോർമുല കാണുക. ചിലപ്പോൾ അത് പോസിറ്റീവിലോട്ട് വരും. സോ ഓപ്ഷൻ ലൈസിൻ ആണ് ബെസ്റ്റ് ഓപ്ഷൻ. C1 വരണം. സോ B4ഉം C1ഉം ഒരൊറ്റ ഓപ്ഷനേ ഉള്ള ഓപ്ഷൻ C ആണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ A ആണ്. എളുപ്പല്ലേ? ശരി. അടുത്തത് PSCയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, എ ഹ്യൂമൻ വിത്ത് കാരിയോടൈപ്പ് 48 XXY is an example for. വേഗം. ഏയോ? ക്ലിൻ ഫിൽട്ടർ ആണ്. XX അല്ലേ? XXY ആണ്. ഈ വേരിയേഷൻസ് എല്ലാം ക്ലിൻ ഫിൽട്ടറിൽ വരുന്നതാണ്. ഓപ്ഷൻ B ആണ്. ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല, ഞാൻ പഠിപ്പിച്ചതല്ല. Then western blotting, southern blotting, northern blotting and Taq polymerase. ടർണർ ഒക്കെ X0 ആണ് ടർണർ വരുന്നത് കേട്ടോ. ഡൗൺ സിൻഡ്രോം എന്തുവാ? ഡൗൺ സിൻഡ്രോം 21 ട്രൈസോമി. നോക്കിക്കോ. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീൻ ആണ്. സദേൺ ബ്ലോട്ടിംഗ് DNA, നോർത്തേൺ ബ്ലോട്ടിംഗ് RNA, ടാക് പോളിമറൈസ് PCR. ഏത് വരും? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏതാ വരിക? വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീൻ. A2 വരണം. A2 വരുന്ന 3 ഓപ്ഷനിൽ D എലിമിനേറ്റ് ചെയ്തു. സദേൺ ബ്ലോട്ടിംഗ് DNA വരണം, B1 വരണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ A. അപ്പൊ തന്നെ കിട്ടും. കറക്റ്റ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. സമയം കളയുന്നില്ല, അടുത്തതിലോട്ട് പോവാം. അമിനോ അസൈൽ tRNA എസ്കോർട്ടഡ് ടു റൈബോസോം. PSCയുടെ ക്വസ്റ്റ്യൻ കണ്ട.
ബൈ ഇലോങ്ങേഷൻ ഫാക്ടർ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, ഇലോങ്ങേഷൻ ഫാക്ടർ. റൈബോസോമിലോട്ട് കൊണ്ടുവരുന്ന ഇലോങ്ങേഷൻ ഫാക്ടർ ഏതാ? വേഗം പറ. ട്രാൻസ്ലേഷന്റെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് ട്രാൻസ്ലേഷന്റെ നോട്ട് എന്താ കാണാനില്ലെന്നോ ക്ലാസ് കാണാനില്ലെന്നൊക്കെ പറഞ്ഞു. ട്രാൻസ്ലേഷൻ നമ്മൾ എടുത്തതാണല്ലോ. എടുത്തതല്ലേ? ഓർക്കുന്നില്ലേ? എടുത്താണോ അല്ലെന്ന് ഇപ്പൊ അറിയാം. ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ഇടൂ. വേഗം ഇടൂ കേട്ടോ, ക്ലാസ് നടക്കണം. ആൻസർ ഏതാ വരിക? EFTU ആണ്. എസ്കോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് EFTU ആണ്. അടുത്തത് which one of the following is not true for cholesterol metabolism? HMG-CoA reductase ആണ് rate limiting enzyme അല്ലേ? ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? നോട്ട് ട്രൂ ആ ചോദിച്ചേക്കുന്നത്. സോറി. ബയോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഓക്കെ. HMG-CoA reductase key regulator, അത് കറക്റ്റ് ആണ്. റിഡക്ഷൻ റിയാക്ഷൻ യൂസ് NADH കോഫാക്ടർ അല്ല. പിന്നെന്താ അവിടെ പ്രത്യേകം? NADPH ആണ്. ചെറിയൊരു വ്യത്യാസം. സിന്തസിസിലൊക്കെ NADPH-ഉം ബ്രേക്ക് ഡൗണിലൊക്കെ NADH-ഉം ആണ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും തെറ്റായിട്ട് വരിക. അത് കറക്റ്റ് ആണ്. Then which one of the following is not a second messenger? സെക്കൻഡ് മെസ്സഞ്ചർ അല്ലാത്ത ആളെ പറയാനാണ് പറഞ്ഞേക്കണേ. ആലോചിച്ച് ആൻസർ പറയാ. ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻ കണ്ടിട്ട് അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പോവരുത്. പല ക്വസ്റ്റ്യൻസും ഞാൻ റാൻഡമായിട്ട് എടുത്തോണ്ട് വരുന്നതാണ്. നമ്മൾ പഠിച്ചത് തന്നെ ആവണമെന്നില്ല. ഞാൻ അങ്ങനെ നോക്കുന്നില്ല. കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. ഒരു PG ലെവലിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതെല്ലാം ഒരേ സമയത്ത് ഫേസ് ചെയ്യേണ്ട ആളുകളാണ്. അതുകൊണ്ടിട്ട് അല്ലേ? ഇവിടെ നോക്കാം. സൈക്ലിക് GMB ആണോ? സൈക്ലിക് GMB ഒരു ഇത് ഇങ്ങനത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓപ്ഷൻസ് മാറിയിട്ട് ചോദിക്കാം. ഒരു പ്രാവശ്യം സൈക്ലിക് AMB, സൈക്ലിക് GMB, കാൽഷ്യം, ഡാഗ്. ഇതിലേതാണ് സെക്കൻഡ് മെസ്സഞ്ചർ അല്ലാത്തത്? സോറി, ഡാഗ് അല്ല, ഓൾ ഓഫ് ദ എബോവ്. ആൻസർ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആൻസർ സൈക്ലിക് AMB, GMB, കാൽഷ്യം, ഓൾ ഓഫ് ദ എബോവ്. കാൽഷ്യം. ഏതാണ് കാർത്തിക? കാർത്തികയല്ലേ പറഞ്ഞത്? സൈക്ലിക് AMB മെസ്സഞ്ചർ ആണല്ലോ സർ. ഏതാ? സൈക്ലിക് AMB. അതെ. അല്ല, ഇതിൽ ഏതാണ് സെക്കൻഡ് മെസ്സഞ്ചർ അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: A സൈക്ലിക് AMB, B സൈക്ലിക് GMB, C കാൽഷ്യം, D ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏത് വരും എന്നാണ് ചോദ്യം. നമ്മൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു എക്സാമിന് PCക്കാണ് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ നിങ്ങൾ ഏത് പിക്ക് ചെയ്യും? ഞാനിപ്പോ എഴുതിയേക്കുന്നതിൽ ഏത് പിക്ക് ചെയ്യും? നോട്ട് ആണ്. നോട്ട് അല്ല, സോറി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് സെക്കൻഡ് മെസ്സഞ്ചർ? നോട്ട് അല്ല. പറ. സൈക്ലിക് AMB ആൻഡ് GMB പറയൂ. ഓൾ. ലക്ഷ്മി പ്രിയ കറക്റ്റ് ആണ്. നമുക്കപ്പോ ഓരോന്നിലേക്ക് പോവാം. കാൽഷ്യം ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ് കേട്ടോ, അത് പറയാനാണ്. സാർ അത് നോട്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ അത് പറഞ്ഞത്. സോറി, അത് എനിക്ക് ഒന്നാമത്തെ ലേറ്റ് ആയി വന്നുകൊണ്ട് ഒരു സുഖയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയതാ. നോട്ടല്ല, ഓൾ ഓഫ് ദ എബോവ് ഉദ്ദേശിച്ചത്. ശരി. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സെക്കൻഡ് മെസ്സഞ്ചർ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഞാൻ പറയാം, എക്സ്പ്ലനേഷൻ പറയാം. സൈക്ലിക് GMB ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്, ഡൈഅസൈൽ ഗ്ലിസറോൾ, ഫോസ്ഫാറ്റഡൈൽ ഇനോസിറ്റോൾ. ഇതിൽ ആരെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് അറിയില്ല, ഞാൻ പറയാം, അല്ലെ സമയം വെറുതെ പോകും. നിങ്ങൾ പഠിച്ച ആൾക്കാരാണ് സൈക്ലിക് AMB ആൻഡ് സൈക്ലിക് GMB അല്ലെ? എവിടെയാ പഠിച്ചേ? GPCRൽ തന്നെ രണ്ടുപേരും വരും. സൈക്ലിക് AMB വരാം, സൈക്ലിക് GMB വരാം. ATPയെ മുറിച്ച് അല്ലെങ്കിൽ ATPയെ കൺവേർട്ട് ചെയ്തിട്ട് സൈക്ലിക് ആക്കി മാറ്റിയാൽ സൈക്ലിക് AMB. GTP അങ്ങനെ ചെയ്താൽ സൈക്ലിക് GMB. രണ്ടും വരാവേ GPCRൽ.
ഓക്കെ, അപ്പൊ ഇത് സൈക്ലിക് GMP ആൻഡ് സൈക്ലിക് AMP ബോത്ത് ആർ സെക്കൻഡ് മെസ്സഞ്ചർ. അതായത് ഇൻ കേസ് ഓഫ് പ്രോട്ടീൻ ഹോർമോൺസ് പോലെയുള്ള കേസിൽ അകത്തേക്ക് ഇവർക്ക് ഈ പറയുന്ന ലിഗാൻസിന് പോകാൻ പറ്റില്ല. സോ അവരുടെ മെസ്സേജിന് അകത്തേക്ക് കൊടുക്കുന്ന ആൾക്കാരെയാണ് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അടുത്തതാണ് ഡാഗ്. IP3 ആൻഡ് ഡാഗ് നമുക്ക് ഒരൊറ്റ ഇതിൽ പറയാം. അതായത് ചില കേസിൽ ചില GPCRന്റെ എഫക്ടർ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഇൻ സെൽ സിഗ്നലിംഗ്, നോട്ട് ഇൻ സെൽ സിഗ്നലിംഗ്, in hormone mechanism. അതിന്റെ ക്ലാസ്സിൽ ഞാൻ വിളിക്കാം. സോ ഇൻ എൻഡോക്രൈൻ സിസ്റ്റം മെക്കാനിസത്തിൽ നമ്മൾ പറഞ്ഞപ്പോ GPCRന് എഫക്ടർ എന്നാ പറഞ്ഞത് അല്ലെ. എഫക്ടർ ഇറ്റ് ക്യാൻ ബി അഡിനൈൽ സൈക്ലേസ് എന്ന് പറഞ്ഞു. അത് വേറെ പല ആൾക്കാരും ആവാം. ഫോർ എക്സാമ്പിൾ ഫോസ്ഫോലിപ്പേസ് ആവാം. ഫോസ്ഫോലിപ്പേസ് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ഒരാളെ ക്ലീവ് ചെയ്യും. പ്ലാസ്മ മെംബ്രെയിനിൽ ആരൊക്കെയാ ഉള്ളത്? നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്കണം മനസ്സിലാവുന്നില്ല എന്നാണ്. പ്ലാസ്മ മെംബ്രെയിനിൽ ആരൊക്കെയാ ഉള്ളത്? പ്ലാസ്മ മെംബ്രെയിനിൽ ആരൊക്കെയാ ഉള്ളത്? ഫോസ്ഫോലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ആണ് ആരാണ്? ഒത്തിരി ടൈപ്പ് ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്. അതിൽ ഒരാളാണ് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. GPCR ആക്റ്റീവായി, ജി പ്രോട്ടീന്റെ ഒരു പാർട്ട് വന്നു, എഫക്ടറിനെ ആക്റ്റീവ് ആക്കി. നമ്മൾ അവിടെ അഡിനൈൽ സൈക്ലേസ് എന്ന് പഠിച്ചു. ആ എഫക്ടറിനെ നമ്മൾ മാറ്റി പിടിച്ചു. ഇവിടെ ആരാ എഫക്ടർ? ഫോസ്ഫോലിപ്പേസ് A, അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പേസ് എന്ന് പഠിച്ചാൽ മതി. എന്റെ ടോപ്പിക് അല്ലല്ലോ, അപ്പൊ അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, കാരണം വേറെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിക്കോളൂ. ഞാനിപ്പോ ബേസിക്സ് മാത്രമേ, ക്വസ്റ്റിന് വേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ ഫോസ്ഫോലിപ്പേസ് എന്ത് ചെയ്യും? ഫോസ്ഫോലിപ്പേസ് ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലിപ്പേസ്? ലിപ്പേസിന്റെ ഫംഗ്ഷൻ ലിപ്പിഡിനെ ക്ലീവ് ചെയ്യുക. ലിപ്പിഡിന്റെ ഉദാഹരണമാണ് ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം എവിടെയുണ്ട്? മെംബ്രെയിനിലുണ്ട്. സോ ലിപ്പിഡ് പോയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യും. കണ്ടോ? ഈ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റിനെ ക്ലീവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സാധനം കിട്ടും. ഒന്ന് ഡാഗ്, രണ്ട് IP3 ആൻഡ് ഡാഗ്. കണ്ടോ? ഇനി ഇവിടെ നോക്കൂ, ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ആൻഡ് ഡാഗ്. അപ്പൊ ഇത് രണ്ടും സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. ഉദാഹരണം ഞാൻ പറയാം. ഹാർട്ട് മസിൽ കൺട്രാക്ട് ചെയ്യണമല്ലോ അല്ലെ? ഹൃദയം ഇടിക്കണമെങ്കിൽ ഹാർട്ട് മസിൽ കൺട്രാക്ട് ചെയ്യണം. ഹാർട്ട് മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ കാൽഷ്യം വേണം. കാൽഷ്യം കോശത്തിന്റെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ്? സെല്ലിന്റെ എവിടെയാ കാൽഷ്യം? ഇതൊക്കെ ബേസിക്സ് ആണ്. ഞാൻ പറ, സെല്ലിൽ കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ എവിടെയാ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അത് മസിലിൽ വരുമ്പോ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം. മനസ്സിലായോ? ആ കാൽഷ്യത്തെ റിലീസ് ചെയ്യിപ്പിക്കുന്ന രണ്ടാൾക്കാരാണ് ഇത്. അങ്ങനെ പഠിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് അങ്ങനെ പഠിച്ചാൽ മതി. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല, സെൽ സിഗ്നലിംഗ് അതിൽ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇവര് രണ്ടുപേരും നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്ന് പറയൂ. ഇവർ രണ്ടുപേരും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും കാൽഷ്യം റിലീസ് ചെയ്യിപ്പിക്കും. ആ കാൽഷ്യം പോയിട്ട് ട്രോപ്പോമയോസിനിൽ ബൈൻഡ് ചെയ്ത് ആക്റ്റിൻ മയോസിൻ തമ്മിൽ ചേർന്ന് മസിൽ കൺട്രാക്ഷൻ നടക്കും. സംഭവം മനസ്സിലായോ? സോ സൈക്ലിക് GMP is second messenger, DAG is second messenger, IP3 is second messenger, phosphatidyl inositol is a phospholipid, not a second messenger. ഇതാണ് ക്ലീവ് ആയിട്ട് DAG ആൻഡ് IP3 ആവുന്നത്. സംഭവം കത്തിയോ? ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം സെയിം പാറ്റേൺ ഓർ സെയിം കൺസെപ്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, GPCR തന്നെയല്ല, വേറെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചത് GPCR ആയതുകൊണ്ടാണ് അവിടെ കണക്ട് ചെയ്തത്. സോ GPCR അവിടെ എഫക്ടർ ഫോസ്ഫോലിപ്പേസ് പോയിട്ട് ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഫോസ്ഫോലിപ്പിഡിനെ ക്ലീവ് ചെയ്ത് അത് രണ്ട് കഷ്ണമാക്കും. ഒരു കഷ്ണം IP3, അടുത്ത കഷ്ണം DAG. ബോത്ത് വിൽ ഇൻക്രീസ് കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻ സെൽ. ദിസ് കാൽഷ്യം കോസ് മസിൽ കൺട്രാക്ഷൻ. ഞാൻ അതിനെ പറ്റി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഹൗ കാൽഷ്യം ക്യാൻ കോസ് മസിൽ കൺട്രാക്ഷൻ അറിയായിരിക്കും
ചെറുപ്പം മുതൽ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. കാൽഷ്യം ട്രോപ്പോമയോസിൻ അല്ലെ, ആക്ടിനും മയോസിനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കാരണമാകും, ട്രോപ്പോമയോസിനെ വലിച്ചുകൊണ്ട് അതൊക്കെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയുന്നില്ല, കൊള്ളാവും. അപ്പൊ ആക്ടിൻ മയോസിൻ ബൈൻഡ് ചെയ്യുന്നു, അപ്പോഴാണ് മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. നിക് ട്രാൻസ്ലേഷൻ ഈസ് ഡൺ ബൈ മോളിക്കുലർ ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ. വേഗം ചെയ്യണേ, സമയം പോയി. ഇന്ന് സമയം പോയാലും ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഇറങ്ങി പോവുള്ളൂ. എനിക്കിന്ന് തീർക്കണം, അടുത്തുള്ള പ്രാവശ്യം റെസ്പിറേഷൻ തുടങ്ങണം, അതുകൊണ്ടാ. നിക് ട്രാൻസ്ലേഷൻ ഈസ് ഡൺ ബൈ, ഒരു സംശയമില്ല, DNA പോളിമറൈസ് 1 ആണ്, നമ്മൾ പഠിച്ചതാണ്. DNA പോളിമറൈസ് 1 നിക് ട്രാൻസ്ലേഷൻ നടത്തും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പറഞ്ഞതാണ്. ഫിലാഡൽഫിയ ക്രോമസോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവോ എനിക്ക് അറിയില്ല, എന്നാലും അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ പഠിച്ചതാണല്ലോ. അപ്പൊ പഠിച്ചിട്ടുണ്ടാവണം, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻസർ ഒന്ന് ചെയ്യൂ, ആൻസർ ചെയ്യൂ. ഓപ്ഷൻ യെസ്, റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ. ആരൊക്കെ തമ്മിലാ എന്റെ ഓർമ്മയില്? നിങ്ങൾ പറ, എന്നിട്ട് ഞാൻ പറയാം. കറക്റ്റ്, ലക്ഷ്മി പ്രിയ. 9ഉം 22 തമ്മിലുള്ള റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ വഴി ഉണ്ടാകുന്ന 2 ചെറിയ ആമുള്ള ആ ക്രോമസോമിനെയാണ് നമ്മൾ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ക്ലാസ് കേൾക്കുക, ചെയ്യാൻ പറ്റാത്തവര് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോക്രിനോളജി ചെയ്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നമുക്ക് ഡൗട്ട് അടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയേക്കും, ഞാൻ ആ ഒരു ആൻസർ അപ്പോഴേ പറഞ്ഞിരുന്നു. നിങ്ങൾ ഇപ്പൊ ചെയ്ത് നോക്കുക. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, 2021 പുതിയ മോഡൽ ക്വസ്റ്റ്യൻ. A person suffering from thyroid toxicosis has extremely high level of thyroid hormone in blood. There is a failure of feedback regulation. Hypothalamic pituitary thyroid exists. The detailed blood investigation exhibited high level of the following. ഇതൊക്കെ ഉണ്ട്. TSH കൂടുതലാണ്, TSI കൂടുതലാണ്, തൈറോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ കൂടുതലാണ്, പാരാതൈറോയിഡ് ഹോർമോൺ കൂടുതലാണ്. എന്താണ് സംഭവം? Which one of the following is the reason? ഇതിൽ പറഞ്ഞേക്കുന്നതിൽ എന്താണ്, വാട്ട് ഈസ് ദ റീസൺ എന്നാണ് ചോദ്യം. ഇത് അന്ന് കുറെ പേർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി, നിങ്ങൾക്ക് അത്ര ടഫായിട്ട് തോന്നില്ല, കാരണം ഞാനത് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തു. ആൻസർ വരേണ്ടതാണ്, നമുക്ക് നോക്കാം. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞതാ, ഇങ്ങനെ ഇരിക്കില്ല, എന്റെ സമയം കളയില്, വേഗം ആൻസർ ചെയ്യൂ. ഞാൻ ഫിഗർ ഒന്നും എടുത്തിട്ടില്ല, സമയം ഇല്ലാത്തത് കൊണ്ടിട്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ വായിക്കാം. എ പേഴ്സൺ സഫറിംഗ് ഫ്രം തൈറോയ്ഡ് ടോക്സിക്കോസിസ്. എന്താണ്? ഹൈ ലെവൽ ഓഫ് തൈറോയിഡ് ഹോർമോൺ ഏതൊക്കെയാ? T3 and T4 കൂടി. T3 and T4 കൂടണമെങ്കിൽ എന്തൊക്കെ കൂടണം? നോർമൽ കണ്ടീഷൻ, നോട്ട് ഇൻ തൈറോയ്ഡ് ടോക്സിക്കോസിസ്. ഇൻ നോർമൽ കണ്ടീഷൻ എന്തൊക്കെ കൂടണം ഫോർ ഇൻക്രീസിംഗ് T3 and T4 ഇൻ നോർമൽ condition? TSH and thyroid of course TSH and TRH, thyroid releasing hormone കൂടണം, TSH കൂടണം, because hypothalamus will release the releasing hormone and which will activate, which will എന്താണ്, stimulate the thyrotroph cells of pituitary, anterior pituitary, and it will release thyroid stimulating hormone, and it will cause it will bind on receptors on thyroid gland, and then it will cause the release of T3 and T4. ഇതാണ് നോർമൽ ഫീഡ്ബാക്ക് റെഗുലേഷൻ. ആൻഡ് ഇവിടെ പറയുന്നത് T3 and T4 പ്രൊഡക്റ്റ് കൂടുതലാണ്. ഓക്കെ, ഫെയിലിയർ ഓഫ് ഫീഡ്ബാക്ക് റെഗുലേഷൻ, ദാറ്റ് മീൻസ് T3 and T4 പോയിട്ട് TSH തിരിച്ച് പിറ്റ്യൂട്ടറിയെയും ഹൈപ്പോതലാമസിനെയും ഇൻഹിബിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ആക്കുന്നേ ഇല്ല, ഇവരിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. The detailed blood investigation exhibited high level of the following. അപ്പൊ താഴെ പറയുന്ന സാധനങ്ങളൊക്കെ കൂടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കാരണം എന്നാണ് ചോദ്യം. ഫിഗർ കണ്ട ഇപ്പൊ പെട്ടെന്ന് വരും. ഓപ്ഷൻ ബി ആണ്, സംശയമൊന്നുമില്ല. ഞാനത് ക്ലാസ്സിലേ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഓട്ടോ ഇമ്യൂൺ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ഫിഗർ ഇല്ല, കാരണം അവിടെ ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞിരുന്നതാണ് എന്റെ ഒരു ഓർമ്മ. ഫിഗർ എടുക്കാൻ സമയം കിട്ടിയില്ല, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തുറന്നെടുക്കാൻ സമയം കിട്ടില്ല. ഷെർവുഡിൽ ഫിഗർ, നല്ല ഫിഗർ ഉണ്ട്, കറക്റ്റ് ആ ഫിഗർ ഉണ്ട്. അതില് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മുടെ എൻഡോക്രിനോളജിയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആന്റിബോഡി വന്ന് TSHന്റെ റിസപ്റ്ററിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. സോ അത് എപ്പോഴും സ്റ്റിമുലേറ്റഡ് ആയിരിക്കും. സോ T3 and T4 ഓൾവേസ് ഇൻക്രീസ് ചെയ്തിരിക്കും. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൻസർ എന്ന് പറയുന്നത്.
So which of the following is the reason for thyrotoxicosis is the answer. Answer എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. TSI കൂടി നിൽക്കുകയാണ്, അതാണ് കാര്യം. അത് നമ്മുടെ ഗ്രേവ്സ് ഡിസീസിൽ നമ്മൾ പഠിച്ചതാണ്. ഹ്യൂമൻ സെറം ഇമ്മ്യൂണോഗ്ലോബുലിൻ ടേക്ക് പാർട്ട് ഇൻ ക്ലാസിക്കൽ കോംപ്ലിമെന്റ് ഫിക്സേഷൻ പാത്വേ ഈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. IgG ക്ലാസ് എടുത്തപ്പോഴേ നമ്മൾ പറഞ്ഞു പഠിച്ചതാണ്. പ്രൊഡക്ഷൻ ഓഫ് എക്സസീവ് എമൗണ്ട് ഓഫ് കോർട്ടിക്കോട്രോപ്പിൻ occur in which of the following disease? അഡീസൺ ഡിസീസ് കുറയുക, കുഷിങ് കൂടുക, നമ്മൾ പറഞ്ഞതാണ്. സോ സിമ്പിൾ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നിർത്തിയേ, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പിന്നീടത്തേക്കാണ് ഞാനത് ആദ്യം ഇട്ടതെന്നേ ഉള്ളൂ. ഇന്നത്തെ പോർഷനും കൂടെ എണ്ണത്ത് വരുന്നുണ്ട്, സമയം പോവും, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം, കാരണം ഇമ്മ്യൂണോളജിയുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇനിയുള്ളൂ. അത് നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. സോ വാക്സിനേഷന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, കുറെ നോട്ട് കഴിഞ്ഞതിന്റെ PPT-യിലുണ്ട്. അത് കുറച്ച് ഇലാബറേറ്റഡ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഇന്നത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. വാക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹാംലെസ്സോ അല്ലെങ്കിൽ ലെസ് ഹാംഫുള്ളോ ആയിട്ടുള്ള ഒരു ആന്റിജനെ അല്ലെങ്കിൽ ഒരു പാത്തജന്റെ എവിർലന്റ് ആയിട്ടുള്ള ഫോമിനെ നമ്മൾ ബോഡിയിലേക്ക് കടത്തി വിടുന്നു. ഇതാണ് വാക്സിനേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഈസ് ഇറ്റ് പാസീവ് ഇമ്മ്യൂണിറ്റി ഓർ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന കുറവാണ്. ഓഫ് കോഴ്സ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് ഓൾറെഡി റെഡിമെയ്ഡ് ആന്റിബോഡി നമുക്ക് കിട്ടുന്നതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. വാക്സിനേഷനിൽ വി ആർ ഇൻജെക്ടിങ് ആന്റിജൻസ് ഓൺലി. സോ അവർ ഇമ്മ്യൂൺ സിസ്റ്റം ബിൽഡ് ആന്റിബോഡി. സോ ദാറ്റ് ഇസ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് മാറിപ്പോവും. നമ്മൾ വിചാരിക്കുക കുത്തി വെക്കുമല്ലേ അപ്പൊ പാസീവ്. അങ്ങനെയല്ല, കുത്തി വെക്കുന്നത് അവിടെ ആന്റിബോഡി അല്ല കുത്തിവെക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്റ്റീവ്. ക്വസ്റ്റ്യൻ വരുവേ. സോ ഇവിടെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ നമ്മൾ അറിയണം. ഫസ്റ്റ് വാക്സിൻ എഡ്വേർഡ് ജെന്നർ ആണ് ഡെവലപ്പ് ചെയ്തത്. സ്മോൾ പോക്സ് വേരിയോള വൈറസിനെതിരെയുള്ള എന്താണ് ആ ഒരു വൈറസിനെയാണ് ടാർഗറ്റ് ചെയ്തത്. ദെൻ കുറച്ച് കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട, എഡ്വേർഡ് ജെന്നറിന്റെ കാര്യം ഓർത്താൽ മതി. ഇനി ടൈപ്സ് ഓഫ് വാക്സിൻ, കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ DNA വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ടേബിൾ ഇട്ടല്ലോ, അതൊന്ന് നോക്കി വെച്ചാൽ മതി. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ ക്ലാസ്സിൽ ഞാൻ ഇമ്പോർട്ടന്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യം മാത്രമേ ഇട്ടുള്ളൂ. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. സോ ആദ്യം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹോൾ ഓർഗാനിസം വാക്സിൻ, ഒന്നാമത്തെ പാർട്ട് എന്താണ്? ഹോൾ ഓർഗാനിസം. ഇപ്പൊ ബാക്ടീരിയോ വൈറസോ നമ്മൾ അതേപോലെ എടുക്കുവാണെങ്കിൽ അതാണ് ഒന്നാമത്തെ പാർട്ട്, ഹോൾ ഓർഗാനിസം വാക്സിൻ. അപ്പൊ ഇവിടെ തന്നെ അതിനകത്ത് തന്നെ ഹോൾ ഓർഗാനിസത്തിൽ തന്നെ അറ്റന്യൂവേറ്റഡ് ബാക്ടീരിയൽ ഒരു വൈറൽ വാക്സിൻ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ വിറുലൻസി, അതിന്റെ അറ്റാക്കിംഗ് നേച്ചർ കളഞ്ഞു നമ്മൾ. ആ ഫോമാണ് അറ്റന്യൂവേറ്റഡ് ബാക്ടീരിയൽ ഒരു വൈറൽ വാക്സിൻ. ക്ലിയർ ആണോ? എവിറുലന്റ് എന്ന് വെച്ചാൽ അതിന് ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവില്ല, അതിനെ നമ്മൾ നിർജീവമാക്കി, എവിറുലന്റ് ആക്കി. കണ്ടോ? അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വിറുലന്റ് ആയിട്ടുള്ള പാത്തജനെ നമ്മൾ കുറെ പസേജസ് എന്താണ് കൾച്ചർ ചെയ്യും. പസേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേറ്റിൽ നമ്മൾ വളർത്തുന്നു, വീണ്ടും അടുത്ത പ്ലേറ്റിലോട്ട്, അങ്ങനെ കുറെ പസേജസ് നമ്മൾ എടുക്കും. അപ്പൊ കാലം ചെല്ലുന്തോറും സെല്ലിന്റെ ഇന്റഗ്രിറ്റി പോവും, അതായത് അതിന്റെ വിറുലൻസി പോവും. പിന്നെ ഡിഫറെന്റ് ഹോസ്റ്റലിൽ കൂടെ കടത്തി വിടുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു എവിറുലന്റ് ആയിട്ട് മാറും. പതുക്കെ പതുക്കെ അതിന്റെ ആ വിറുലൻസി പോയി തുടങ്ങും. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് പറയുമ്പോൾ വീക്കനിങ് ദ വിറുലൻസ് ഓഫ് പാത്തജൻ, ബാക്ടീരിയയുടെയോ വൈറസിന്റെയോ ആ ഒരു വിറുലൻസിനെ നമ്മൾ കുറയ്ക്കുന്നു. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവ് ഇല്ലാണ്ടാക്കുന്നു. അപ്പൊ ഒരു നാച്ചുറൽ ഇൻഫെക്ഷൻ പോലെ ഇവരിയ്ക്കുന്നത്, പക്ഷെ ഇവരിൽ വിറുലന്റ് ഫോം അല്ല, എവിറുലന്റ് ഫോമാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസ്, സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഹോളിനകത്ത് ഈ ക്ലാസിഫിക്കേഷൻ അല്ല നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടത്. നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒന്നും ചോദിക്കൂല, നമുക്ക് ചോദിക്കേണ്ടത് ആ പോയിന്റ്സ് ആ ചോദിക്കുക. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, എവിറുലന്റ് വാക്സിൻ അല്ലെങ്കിൽ അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ്, നമ്മൾ അതിനെ നിർജീവമാക്കിയിട്ട് കടത്തിവിടുന്നു. അപ്പൊ ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് മിമിക് ദ നാച്ചുറൽ ഇൻഫെക്ഷൻ. അപ്പൊ ഇവിടെ ഇതിന്റെ കാരണം രണ്ടും ബി സെൽ, അതായത് ഹ്യൂമറൽ ആൻഡ് സെൽ രണ്ടും ആക്റ്റീവ് ആകും, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെയോ സിംഗിൾ ഡോസ് മതി, ബൂസ്റ്റർ ഡോസുകളൊന്നും വേണമെന്നില്ല.
ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതാണ് അറ്റന്യൂറ്റഡ് വാക്സിന്റെ. അതിന്റെ എക്സാമ്പിൾ നോക്കൂ. മീസൽസ്, മംസ്, റുബല്ല. MMR വാക്സിന് ആദ്യത്തെ ലെറ്റർ നോക്കിയാൽ മതി. M മീസൽസ്, M മംസ്, R ഫോർ റുബല്ല വാക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ പോളിയോ, പോളിയോക്ക് 2 ഉണ്ട്. സാൽക്കും അതുപോലെ തന്നെ സാബിൻ, 2 വൈറസും ഉണ്ട്. അതിൽ ഒന്നാണ് പോളിയോന്റെ ഓറൽ പോളിയോ വാക്സിൻ, OPV. അതിനെപ്പറ്റി പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെല്ലോ ഫീവർ വാക്സിൻ, വാരിസെല്ല വാക്സിൻ, ചിക്കൻ ബോക്സിന്റെ വാരിസെല്ല വാക്സിൻ, പിന്നെ സോസ്റ്റർ വാക്സിൻ എന്ന് പറയും, ഇൻഫ്ലുവൻസ. ഇതെല്ലാം എന്താണ്? ലൈവ് ആയിട്ടുള്ള അറ്റന്യൂറ്റഡ് വാക്സിന്റെ എക്സാമ്പിൾ ആണ്, വൈറൽ വാക്സിന്റെ. അതേസമയത്ത് ബാക്ടീരിയൽ വാക്സിന്റെ ഉദാഹരണമാണ് ബാസില്ല ക്വാൽമറ്റ് ഗ്വാറിൻ അല്ലെങ്കിൽ BCG, അല്ലെ ട്യൂബർകുലോസിസ്, ക്ഷയത്തിനെതിരെയുള്ള, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെതിരെയുള്ള ബോവിസെൽ, എന്താ വന്നേവോ നോക്കട്ടെ, ട്യൂബർകുലോസിസ് ആണ്. അപ്പൊ BCG വാക്സിൻ. ടൈഫോയിഡ് പഠിക്കണമെന്നില്ല. കോളറയുടെ വാക്സിൻ. അപ്പൊ ഇതെല്ലാം തന്നെ ബാക്ടീരിയൽ വാക്സിന്റെ ഉദാഹരണമാണ്, ലൈവ് വാക്സിന്റെ എക്സാമ്പിൾസ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, നാച്ചുറൽ ഇൻഫെക്ഷനെ മിമിക് ചെയ്യുന്നു, 2 ഹ്യൂമറലിനെയും ടീസെലിനെയും ആക്റ്റീവ് ആക്കുന്നു. മേ പ്രൊവൈഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ബൈ സെക്കൻഡറി സ്പ്രെഡ്. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ആ ടോട്ടൽ പോപ്പുലേഷന് ഇമ്മ്യൂണിറ്റി കൊടുക്കും എന്നുള്ള അർത്ഥം എടുത്താൽ മതി, ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ചില സമയത്തെ റിവേർഷൻ വരാം, അതായത് ആ വിർലൻസി തിരിച്ചു വരാം. നമ്മൾ കേട്ടില്ലേ, വാക്സിൻ എടുത്തു ആള് മരിച്ചുപോയി. കാരണം ചില കേസില് വളരെ റയർ ആയിട്ട് ആ വിർലൻസി തിരിച്ചു വരാം. അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇമ്മ്യൂണിറ്റി അത്ര ഇല്ലാത്ത ആളുകൾ, പ്രഗ്നന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലൊക്കെ ഡിസീസുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കോൾഡ് ചെയിൻ സ്റ്റോറേജ് ആവശ്യമാണ്, എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. ഇതൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഒന്നുമില്ലല്ലോ, ജസ്റ്റ് കേട്ട് വിട്ടാൽ മതി. ക്ലിയർ? മനസ്സിലായോ? ജസ്റ്റ് നിങ്ങൾ കേട്ട് വിട്ടാൽ മതി, പഠിക്കേണ്ട കാര്യം ഞാൻ പറയാം. നെക്സ്റ്റ് വൺ ഈസ്, കാരണം ഇത് കൺസെപ്റ്റ് മാത്രം നമുക്ക് മതി. പിന്നെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് വൈറൽ ഓർ ബാക്ടീരിയൽ. ഇത് ഹോളാ പറയുന്നത്, മറ്റേത് നമ്മൾ കൊന്നിട്ടില്ല, നമ്മൾ അതിനെ എന്താണ് അറ്റന്യൂവേറ്റ് ചെയ്തു, അതായത് അതിനെ എവിർലന്റ് ആക്കിയാണ് വിട്ടേക്കുന്നത്, ചത്തിട്ടില്ല. ഇവിടെ ഇനാക്റ്റീവ് ആണ്, അതായത് കിൽഡ് ആണ്. ഹോളിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ. സോ ഇവിടെ ഇനാക്റ്റീവ് ആണ്, കിൽഡ് പാത്തജൻ ഓർ വൈറസ് ഓർ ബാക്ടീരിയ. എങ്ങനെ? ഹീറ്റ് വെച്ചിട്ടോ, റേഡിയേഷൻ വെച്ചിട്ടോ, കെമിക്കൽ ട്രീറ്റ്മെന്റ് വെച്ചിട്ടോ, ഉദാഹരണം ഫോർമാൽഡിഹൈഡോ അതുപോലെ പ്രൊപ്പിയോ ലാക്ടോൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ കൊല്ലുന്നു. ആൻഡ് ദാറ്റ് ഇനാക്ടിവേറ്റഡ് പാത്തജൻ cannot replicate because they are dead. പക്ഷേ they still have that antigenic property. അവരുടെ ആ പുറത്തുള്ള ആന്റിജനിക് സാധനങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ? ഇറ്റ് ഈസ് എന്താണ്, it retains that antigenic property to stimulate our immune system or our immune response. ക്ലിയർ അല്ലേ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഹോളിൽ 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് അറ്റന്യൂവേറ്റഡ്, 2 ഇനാക്ടിവേറ്റഡ്. അറ്റന്യൂവേഷനിൽ നമ്മൾ അതിനെ എന്താണ് കൊല്ലുന്നില്ല, അതിനെ നിർജീവമാക്കുന്നു. അല്ലെങ്കിൽ മലയാളം വേണ്ട, പ്രശ്നം. അറ്റന്യൂവേറ്റഡ് എവിർലന്റ് ആക്കുന്നു. ഇവിടെ ഇനാക്ടിവേറ്റഡ് കില്ല് ചെയ്യുന്നു, രണ്ടാമത്തെ ടൈപ്പില്. മെക്കാനിസം ഇവിടെ മെയിൻലി ഹ്യൂമറൽ റെസ്പോൺസ് ആണ്. ഇവിടെ മെയിൻലി ആന്റിബോഡി IgG മീഡിയേറ്റഡ് ആണ്. അതൊക്കെയാ ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള T-സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് കാണാറില്ല. ബിക്കോസ് ഇറ്റ് ഇസ് നോൺ റെപ്ലിക്കേറ്റിംഗ്. ഓൾറെഡി കൊടുത്ത ആളെ ആക്റ്റീവ് ആക്കാനേ സാധിക്കൂ. പലപ്പോഴും അഡ്ജുവൻസ് വേണം. ഉദാഹരണം അലൂമിനിയം സോൾട്ട് പോലെയുള്ള അഡ്ജുവൻസ് വേണം. ഇമ്മ്യൂണോജെൻസിറ്റി വേണം. നമുക്കിവിടെ ആന്റിജെൻസിറ്റി മാത്രം പോരാ, അല്ലെ? ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആക്കണം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അഡ്ജുവൻസും കൂടെ, ആലം പോലെയുള്ള ആൾക്കാരെ കൂടെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് വിട്ടാലേ നടക്കൂ. ആൻഡ് ബൂസ്റ്റർ ഡോസുകളും വേണം. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ എക്സാമ്പിൾസ് ആണ് സാൽക്ക്, മറ്റേത് ഓറൽ പോളിയോ വാക്സിൻ സാബിന്റെ ആണ്, ഇത് സാൽക്ക് പോളിയോ വാക്സിൻ. പിന്നെ റാബിസിന്റെ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ, ഇതെല്ലാമാണ് ഇനാക്ടിവേറ്റഡ് വൈറൽ വാക്സിൻ. ബാക്ടീരിയയുടെ കേസിൽ പെർട്ടൂസിന്റെ, കോളറയുടെ, അതുപോലെ തന്നെ ടൈഫോയിഡ് ഫോർ പോളിസാക്കറൈഡ് വാക്സിൻ, പ്ലേഗിന്റെ എഴ്സീനിയ പെർട്ടൂസിസ് വാക്സിൻ, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുള്ള സാധനങ്ങൾ മാത്രം, പോളിയോ ഒക്കെ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത്രയും ഇൻഡെപ്ത് എക്സാമ്പിൾ PS ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ? സേഫ് ആണ്. മറ്റേത് റിവേഴ്സിന്റെ സാധ്യത ഉണ്ട്. ഇവിടെ റിവൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം കൊന്നു അതിന്, അല്ലെ?
സ്റ്റേബിൾ ആണ്, ഹീറ്റ് കിൽഡ് ആണ്, സോ ഇറ്റ് സ്റ്റേബിൾ ആണ്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റിയ ഒരു പരിധി വരെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, കാരണം there is no reversion. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാല് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ മൾട്ടിപ്പിൾ ബൂസ്റ്റർ വേണം, ഒത്തിരി ബൂസ്റ്റർ ഡോസുകൾ വേണം, അഡ്ജുവൻസ് വേണം, അല്ലെ, ലെസ് ഇമ്മ്യൂണോജനിക് ആണ് കമ്പയർ ടു അതർ. അപ്പം ക്ലിയർ ആണോ? ഇവിടെ ഒരു ടേബിളേ വന്നുള്ളൂ, ഒരു ടേബിൾ വന്നില്ല, വിട്ടേ. ക്ലിയർ ആണോ? ഇവിടെ ഫീച്ചർ ഇത് വിട്ടേക്ക്, ഈ സ്ലൈഡ് വിട്ടേക്ക്. രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ഉദ്ദേശിച്ച ഒരെണ്ണം വന്നില്ല, അപ്പൊ അത് വിട്ടേക്കുക. അപ്പൊ നമ്മളിപ്പോ ഹോൾ അല്ലേ പറഞ്ഞ, ഹോളിൽ തന്നെ അറ്റന്വേഷനും പറഞ്ഞു, ലൈവും പറഞ്ഞു, അല്ല അറ്റന്വേഷനും പറഞ്ഞു, അതുപോലെ തന്നെ കിൽഡും പറഞ്ഞു, അല്ലെ, രണ്ട് ടൈപ്പ് പറഞ്ഞു. ഹോൾ ഓർഗാനിസത്തെ കൊടുത്തു, ഒന്ന് ലൈവായിട്ട് കൊടുത്തു, ഒന്ന് കൊടുത്തു. അടുത്തൊരു പ്യൂരിഫൈഡ് മാക്രോ മോളിക്കുലാർ. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. നിങ്ങൾ കഴിഞ്ഞ ആ സ്ലൈഡ് ഞാൻ റിമൂവ് ചെയ്യുന്നില്ല, അതായത് ആവശ്യമുള്ളത് അത് വായിച്ചു നോക്കുക. അത് ഒത്തിരി ഉണ്ട്, നമുക്ക് അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കിയതാണ് ഈ കാണുന്നത്. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് എസ് എഴുതാൻ ചോദിക്കില്ലല്ലോ, നിങ്ങൾക്ക് പോയിന്റ്സാ ചോദിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയേക്കുന്നത് കേട്ടോ. ആവശ്യമുള്ളത് മാത്രം അത് നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിയാൽ മതി. അത് കുറച്ചുകൂടെ ഹയർ എൻഡ് നോട്ടാ, പക്ഷെ അത്ര ആവശ്യമില്ല, കുറെ ചവറാണ്. സോ പ്യൂരിഫൈഡ് മാക്രോ മോളിക്യൂൾ ബേസ്ഡ് വാക്സിൻ, അതായത് ഇവിടെയാണ് നമ്മുടെ പോളിസാക്കറൈഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിലും ഉൾക്കൊള്ളിക്കാം. അതായത് ഇവിടെ പ്യൂരിഫൈഡ് കമ്പോണൻസ് ഓഫ് പാത്തജൻ നമ്മൾ പാത്തജന്റെ എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. നോൺ ഇൻഫെക്ഷ്യസ് ആണ് ആൻഡ് ഹൈലി സ്പെസിഫിക് ആണ്, സേഫ് ആൻഡ് ടാർഗറ്റഡ് വാക്സിൻ. ഉദാഹരണം ടോക്സോയിഡ് വാക്സിൻ. നമ്മളിവിടെ ഫുൾ ആയിട്ട് ഒരു ബാക്ടീരിയ വൈറസിനെ കൊടുക്കുന്നില്ല. അതായത് കെമിക്കലി ഓർ തെർമലി ഇനാക്ടിവേറ്റഡ് ബാക്ടീരിയൽ എക്സോടോക്സിൻ, ബാക്ടീരിയയുടെ എക്സോടോക്സിനെ ഇനാക്റ്റീവ് ആക്കിയിട്ട് അതിന്റെ വിർലൻസി കളഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പം എന്താണ്, ടോക്സിറ്റി പോയി, ദേ പൊസസ് ആന്റിജനിസിറ്റി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂൺ സിസ്റ്റത്തെ അവർക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? മെയിൻലി ദേ ആർ ഓൾസോ ഇൻഡ്യൂസ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, എന്താണ്, സിമിലർ ടു അവർ കിൽഡ് വാക്സിൻ പ്രീവിയസ്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഹോള് കൊടുക്കുന്നില്ല, എക്സോടോക്സിനെ എടുത്ത് അതിനെ ഇനാക്റ്റീവ് ആയിട്ട് കൊടുക്കും. അതാണ് ടോക്സോയിഡ് വാക്സിൻ, പ്യൂരിഫൈഡിനകത്ത് വരുന്നതാണ്. നമ്മുടെ ഫോർമാൽഡിഹൈഡോ ഹീറ്റോ ഒക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ആ എക്സോടോക്സിനെ, അത് ടോക്സിൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് പ്രോട്ടീൻ, സോ ആ പ്രോട്ടീനെ നമ്മൾ ഡീനേച്ചർ ആക്കിയിട്ട് അകത്തേക്ക് കൊടുക്കുന്നു. അഡ്വാൻറ്റേജസ് മറ്റേതിന്റെ തന്നെയാണ്, സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്, പിന്നെ ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ നമുക്ക് എന്താണ് കിട്ടും, ബൂസ്റ്റർ ഡോസ് വേണം, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വിർലൻസ് ഈസ് ടോക്സിൻ മീഡിയേറ്റഡ് ആണ്, അതുപോലെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി എക്സോടോക്സിൻ ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെ, അപ്പൊ അത് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എടുക്കണം, അതൊക്കെയാണ് പ്രോബ്ലം. ഷഹീന, ചിഞ്ചു, ഉണ്ണിമായ, നേജിഹ ആൻഡ് സഞ്ജന. ക്ലിയർ? ക്ലിയർ ആണോ? സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു വേണം, ഒന്നുമില്ല. എക്സാമ്പിൾ ദ ഡിഫ്തീരിയ, ടെറ്റനസ്, അതുപോലെ കമ്പൈൻ DPT വാക്സിൻ. DPT കേട്ടിട്ടുണ്ടാവല്ലോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, മൂന്നിന്റെ കമ്പൈൻഡ് വാക്സിൻ ആണ് DPT. അപ്പൊ നമ്മൾ പ്യൂരിഫൈഡ് ആ പറഞ്ഞത്. അതിൽ ഒന്നാണ് ടോക്സോയിഡ്, രണ്ടാണ് റീകോംബിനന്റ് ആന്റിജൻ വാക്സിൻ. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, വി വിൽ യൂസ് ജനറ്റിക്കലി എഞ്ചിനീയർ ആന്റിജൻ. അതായത് നമ്മളിവിടെ ആന്റിജന്റെ ജീൻ എടുത്ത് പ്ലാസ്മിഡിലേക്ക് കൊടുത്ത് അതിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കും, എന്നിട്ട് ആ പ്രോട്ടീനെ എടുത്ത് കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ്, സംഭവം മനസ്സിലായോ? നമ്മള് ഈ പറയുന്ന ഒരു ജീൻ എടുക്കുന്നു, ഒരു ആന്റിജന്റെ ജീൻ എടുക്കുന്നു, അത് പ്ലാസ്മിഡിൽ കൊടുക്കുന്നു, അപ്പൊ RDNA ആയി. ആൻഡ് വി വിൽ ഇൻസേർട്ട് ദിസ് RDNA ഇൻടു ഈ കോളി പോലെയുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നു, ബാക്ടീരിയയിലേക്കോ ഈസ്റ്റിലേക്കോ കൊടുക്കുന്നു. ആൻഡ് വി വിൽ എക്സ്പ്രസ്, ബയോറിയാക്ടർ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യിപ്പിച്ച് ആ ആന്റിജനെ നമ്മൾ യൂസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് റീകോംബിനന്റ് ആന്റിജൻ വാക്സിൻ. ക്ലിയർ? ദിസ് ഇസ് നോട്ട് DNA വാക്സിൻ. നമ്മൾ DNA ഇവിടെ കൊടുത്തിട്ടേ ഇല്ല. വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ RDNA എടുത്ത് അതിനെ എക്സ്പ്രസ് ചെയ്യിപ്പിച്ച് ആ പ്രോട്ടീനാ കൊടുത്ത DNA അല്ല. ഡിഫറൻസ് മനസ്സിലായോ? DNA വാക്സിൻ അല്ല ഇത്. Recombinant antigen vaccine means we will use recombinant technology and build antigen. Then we will administer antigen, not DNA. ചിലർ വിചാരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആ RDNA ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അല്ല. Then it is different case. ക്ലിയർ ആണോ? അത് പറയണ്ടല്ലോ. ബയോടെക്നോളജി, ബയോകെമിസ്ട്രിക്കാർക്കൊക്കെ ഞാൻ RDNA ടെക്നോളജി പറയേണ്ട ആവശ്യമില്ല, അല്ലെ? ആന്റിജൻ എൻകോഡ് ചെയ്യുന്ന ജീൻ എടുക്കുന്നു, എക്സ്പ്രഷൻ വെക്ടറിൽ കൊടുക്കുന്നു,
ഈക്കോളി പോലെയുള്ള ഒരു ഹോസ്റ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു, അവരതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അല്ലെ, ആൻഡ് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു, ആൻഡ് വി വിൽ യൂസ് ഇറ്റ് ഫോർ വാക്സിൻ. സേഫ് ആണ്, സ്കെയിലബിൾ ആൻഡ് സ്റ്റേബിൾ ആണ്, ഇൻഫെക്ഷൻ റിസ്ക് ഇല്ല, പിന്നെ അഡ്ജുവൻസ് വേണം, ഇവിടെ പലപ്പോഴും വേണം, ദെൻ ബൂസ്റ്റർ ഡോസ് വേണം, സ്ട്രോങ് ആയിട്ടുള്ള ടി സെൽ മീഡിയറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നില്ല, എല്ലാ കേസിലും ഉണ്ടാക്കുന്നില്ല. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഉരുട്ടിക്കയറ്റി പഠിക്കരുത്, മറന്നു. ഉദാഹരണങ്ങൾ എക്സാമ്പിൾ പഠിക്കണം എന്നില്ല, തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, പഠിക്കണം എന്നില്ല കേട്ടോ. ഇത്രയാണ് നമുക്ക് വാക്സിന്റെ ക്ലാസിഫിക്കേഷനിൽ ജനറൽ അക്കൗണ്ട് പഠിക്കാനുള്ളത്.